everyone. Speak now, let's learn and unlearn Englishന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ എപ്പിസോഡിലും നിരവധി സെഗ്മെന്റുകളുമായി നിങ്ങളുടെ ഇംഗ്ലീഷ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന നിരവധി സെഗ്മെന്റുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ്, അതായത് ഹൗ നോട്ട് ടു സേ എന്ന ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അൺലേണിംഗ് സെഷനും കൂടിയാണ് ഇത്. നമുക്കറിയുന്ന പോലെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ, അവ നമ്മൾ തെറ്റായി ഉച്ചരിക്കുകയാണ്. ആ തെറ്റായി ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെ കറക്റ്റായിട്ട് ഉച്ചരിക്കാമെന്നും നമുക്ക് നോക്കാം. നമ്മളുടെ ആദ്യത്തെ വാക്ക്, ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ വാക്കുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ വാക്കുകളിലെല്ലാം തന്നെ ബി എന്ന ലെറ്റർ ഉണ്ട്. ഈ ലെറ്റർ സൈലന്റ് ആണ്, അത് ഉച്ചരിക്കുന്നില്ല. അപ്പൊ നമുക്കത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉച്ചരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വേർഡാണിത്, ഡൗട്ട്. ഇതിനുള്ളിൽ ബി ഉണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ആ ബി ഉച്ചരിക്കാതെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ബി പറയുന്നില്ല, ബി പറയാതെയാണ് നമ്മൾ ഇത് ഉച്ചരിക്കുന്നത്. ഡൗട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു വാക്കാണിത്. അടുത്ത വാക്ക് ഇതാണ്. നമ്മളിവിടെ പറയുമ്പോൾ നംബ് എന്നാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാറുള്ളത്. പക്ഷെ ആ ബി അവിടെ സൈലന്റ് ആണ്. ആ ബി അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല. നം എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു വാക്ക് തംബ് എന്നാണ്. തംബ് എന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത്. പക്ഷെ അത് തംബ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ബി സൈലന്റ് ആയതുകൊണ്ട് തന്നെ തം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണമായി. ഇനി മറ്റൊന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാവരും തെറ്റി പറയുന്ന വാക്കുകളാണ്. അതിൽ എല്ലാവരും ഇൻ ദ സെൻസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് തെറ്റിട്ട് പറയുന്നതാണ് പ്ലംബർ. നമ്മൾ എല്ലാവരും പറയാറുണ്ട് അല്ലെ, പ്ലംബർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് പ്ലംബർ അല്ല. അവിടെ ബി കറക്റ്റ് ആയിട്ടും സൈലന്റ് ആണ്. അവിടെ പ്ലമർ എന്നാണ് പറയുക. ആ ബി സൈലന്റ് ആണ്. പ്ലമർ, ആ ബി ഇല്ല. ശ്രദ്ധിക്കണം. അടുത്ത തവണ പ്ലംബർ എന്നല്ല പറയേണ്ടത്, പ്ലമർ എന്ന് പറയാൻ ശ്രമിക്കും. അടുത്ത വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലൈംബ്. എല്ലാവരും പറയാറുള്ളത് ക്ലൈംബിങ്, ക്ലൈംബ്. അപ്പൊ ക്ലൈംബിങ് എന്നോ പറയുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യസ്തമാണ്. പക്ഷെ ക്ലൈംബ് എന്ന് പറയുമ്പോൾ ആ ബി സൈലന്റ് ആണ്. അതുകൊണ്ട് ക്ലൈംബ് അവിടെ വെച്ച് നിർത്തിയാൽ മതി. ആ ബി പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ക്ലൈംബ്. അടുത്തത്, ഇതും വളരെയധികം തെറ്റായിട്ടാണ് ആൾക്കാർ പറയാറുള്ളത്. ഞാൻ ഭയങ്കര ഡെപ്റ്റിലാണ് അല്ലേ, അങ്ങനെയാണ് ആൾക്കാർ. ഞാൻ ഭയങ്കര ഡെപ്റ്റിലാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഭയങ്കര കടത്തിലാണ്. ഡെപ്റ്റ്, അല്ലെങ്കിൽ ആ വാക്ക് തെറ്റായിട്ട് ഡെപ്റ്റ് എന്നാണ് ഉച്ചരിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഡെറ്റ് എന്ന് പറയാം. അവിടെയും ബി സൈലന്റ് ആണ്. ഡെപ്റ്റ് അല്ലെങ്കിൽ ഡെറ്റ് എന്ന വാക്ക് അതിന്റെ അർത്ഥം കടം എന്നാണ് അർത്ഥം. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത തവണ ഉച്ചരിക്കുമ്പോൾ ഡെറ്റ് എന്ന് മതി, ഡെപ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവസാനത്തെ വാക്ക് ബോംബ്. ഇവിടെ ബി അഗെയിൻ ഇറ്റ് ഇസ് സൈലന്റ് ഓവർ ദർ. അതുകൊണ്ട് ബോംബ് എന്ന് പറഞ്ഞാൽ മതി. ആ ബിക്ക് പ്രോമിനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ബി സൈലന്റ് ആയ, ബി എന്ന ലെറ്റർ സൈലന്റ് ആയ കുറച്ച് വാക്കുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം. അടുത്ത തവണ ഇത് ഉപയോഗിക്കുമ്പോൾ ശരിയായി തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നോക്കിയ വാക്കുകൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ഡൗട്ട്, നം, തം, പ്ലമർ, ക്ലൈം, ഡെറ്റ്, ബോം. ഈ വാക്കുകളിലെല്ലാം ബി സൈലന്റ് ആണ്. അപ്പൊ അടുത്ത തവണ ഈ വാക്കുകൾ പറയുമ്പോൾ തെറ്റുവരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. അടുത്ത സെഗ്മെന്റ് സ്പോട്ട് ദ എറേഴ്സ് ആണ്. ഇന്നിവിടെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കോമൺ ആയിട്ട് ആളുകൾ വരുത്തുന്ന തെറ്റായി എഴുതുന്ന ചില വാക്കുകൾ, അവയുടെ സ്പെല്ലിംഗ് എന്താണെന്ന് നോക്കാം. ഈ ആദ്യത്തെ 3 വാക്കുകൾ, ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ 3 വാക്കുകൾ കുട്ടികളാണ് സ്ഥിരമായിട്ട് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താറുള്ളത്. ഫസ്റ്റ് ഇതാണ്, ഗ്രാമർ. ഈ ഗ്രാമറിൽ മിക്കവാറും കുട്ടികൾ വരുത്തുന്ന തെറ്റാണിത്. GER ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ GER അല്ല, GRAMMAR ആണ് ഗ്രാമറിന്. അപ്പം നിർബന്ധമായി നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ബുക്കൊന്ന് ഓപ്പൺ ചെയ്ത്, ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് GRAMMAR എന്നായിരിക്കും. അതൊന്ന് തിരുത്തി കൊടുക്കുക. GRAMMAR ആണ് ഗ്രാമർ. അടുത്ത വാക്ക്, ഇതും സ്ഥിരമായിട്ട് ആളുകൾ വരുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ബുക്കിൽ നോക്കിയാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ് കാലണ്ടർ. കാലണ്ടറിന്റെ സ്പെല്ലിംഗ് അവിടെ ER അല്ല, പകരം AR ആണ് കാലണ്ടറിന്റെ സ്പെല്ലിംഗ്. CALENDAR
ENDAR. ഇനി മറ്റൊരു വാക്കാണ് പ്രൊനൗൺസിയേഷൻ. ഈ പ്രൊനൗൺസിയേഷൻ ഉള്ള വാക്കുകൾ മിക്കവാറും കുട്ടികൾ മുതിർന്നവരും ഒക്കെ തന്നെ എഴുതുമ്പോൾ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇങ്ങനെയാണ് അവർ വരുത്തുക. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ എന്നാണ് അത് എഴുതുകയും എന്നാൽ പ്രൊനൗൺസിയേഷൻ എന്നാണ് വായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, എഴുതുന്ന പോലെയല്ല അവിടെ വായിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു വാക്ക് എംബാരസ് എന്നുള്ളതാണ്. ഈ എംബാരസ് എന്നുള്ള വാക്ക് പലപ്പോഴും ആളുകൾ എംബരാസ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതിൻ്റെ അവസാനം ഒരു ഇയും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പലപ്പോഴും ആൾക്കാർ ഇതുപോലെയാണ് ആൾക്കാർ എഴുതുന്നുണ്ടാവുക. പക്ഷെ അത് എംബരാസ് അല്ല, ഇറ്റ്സ് എംബാരസ് ആൻഡ് ദിസ് ഇസ് എ സ്പെല്ലിംഗ്. അതിൻ്റെ ഉള്ള അവസാനം ഇ ഇല്ല, EMBARRASS ആണ് എംബാരസ്. മറ്റൊരു വാക്ക് റിതമാണ്. റിതം എന്ന വാക്കുകളും എഴുതുമ്പോൾ മിക്കവാറും ആളുകൾ തെറ്റിച്ചിട്ടാണ് എഴുതുക. അവിടെ RYTHM എന്നാണ് കൂടുതൽ ആളുകളും എഴുതി കാണാറുള്ളത്. പക്ഷെ അത് RYTHM അല്ല, RHYTHM ആണ് റിതം എന്ന വാക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു വാക്കാണ് ഹാൻഡ്കർച്ചീഫ്. നമ്മൾ പറയുമ്പോൾ ഹാൻഡ്കർച്ചീഫ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ആളുകൾ അതുകൊണ്ട് തന്നെ ഈ ഹാൻഡ്കർച്ചീഫ് എന്നാണ് എഴുതുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, അവിടെ എഴുതുമ്പോൾ അത് ഹാൻഡ് കർച്ചീഫ് എന്ന് തന്നെ എഴുതണം. അവിടെ ഫുള്ളായിട്ട് എഴുതണം. ഡി അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം. ഡി അവിടെ സൈലന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് കർച്ചീഫ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ സ്പോട്ട് ദ എറേഴ്സിൽ നമ്മൾ കോമൺ മിസ്റ്റേക്സ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് ഗ്രാമർ. അത് ഞാൻ ഒന്നും കൂടെ പറയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പുസ്തകത്തിൽ ഉണ്ടാവും. മിക്കവാറും കുട്ടികളുടെ പുസ്തകത്തിൽ ഞാനത് കാണാറുള്ളതാണ്. അതുകൊണ്ടൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അപ്പം ഗ്രാമർ. നെക്സ്റ്റ് വൺ ഇസ് കാലണ്ടർ, പ്രൊനൗൺസിയേഷൻ, എംബാരസ്, റിതം, ഹാൻഡ്കർച്ചീഫ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്പോട്ട് ദ എറേഴ്സിലെ നമ്മളുടെ വാക്കുകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. ഇത് ജെൻഡർ ഈക്വൽ ലാംഗ്വേജ് എന്ന സെഗ്മെന്റ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെഗ്മെന്റ് എന്ന് ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇക്വാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സെഗ്മെന്റ് ഇല്ലാതെ അത് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലം പോലെയല്ല, പുരുഷന്മാർ മാത്രം എല്ലാ മേഖലയിലും പുരുഷന്മാർ മാത്രം അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഇപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്കും സമസ്ത മേഖലകളിലേക്കും സ്ത്രീകൾ എത്തിപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ചില ടേംസ് പുരുഷന്മാരെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില വാക്കുകൾ, ആ വാക്കുകൾ എങ്ങനെ നമ്മൾ ജെൻഡർ ഈക്വൽ ആയിട്ട് ഉപയോഗിക്കാം, രണ്ട് ജെൻഡറിനും പറ്റുന്ന രീതിയിൽ ആ വാക്കിനെ എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അതിന് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല ഫങ്ഷൻസിലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഗസ്റ്റുകളെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ചെയർമാൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പലപ്പോഴും സ്ത്രീകളെ ആയിരിക്കും. അപ്പം നമുക്കിപ്പോഴും ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പുരുഷൻ വഹിക്കേണ്ട സ്ഥാനം മാത്രമാണ്. ഒരു സ്ത്രീ വഹിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അതിന് എന്താണ് പറയേണ്ടതെന്ന് മിക്കവാറും ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ജെൻഡർ ഈക്വൽ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെഗ്മെന്റിൽ ഈ ഒരു കുറച്ച് വാക്കുകൾ നമ്മളിവിടെ എടുത്ത് ശ്രദ്ധിച്ച് അതിനെ എങ്ങനെ ജെൻഡർ ഈക്വൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം, ചെയർമാൻ. ഈ ചെയർമാൻ എന്ന വാക്കിൻ്റെ ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള ലാംഗ്വേജ്, അതായത് ജെൻഡർ ഈക്വൽ എന്ന് പറയുമ്പോൾ പുരുഷനും സ്ത്രീക്കും ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റേത് ജെൻഡറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേമായി നമുക്ക് ചെയർപേഴ്സൺ എന്ന് പറയാം. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് ആരുമാകാം, പുരുഷനാവാം, സ്ത്രീ ആവാം, മറ്റേത് ജെൻഡറും ആവാം. രണ്ടാമത്തെ ഒരു വാക്ക് മാൻമെയ്ഡ്. മാൻമെയ്ഡ് എന്ന് പറയുമ്പം എല്ലാ സാധനങ്ങളും ഇപ്പം പുരുഷന്മാർ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് അല്ലേ. അതിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ. വുമൻ മെയ്ഡ് എന്ന് പറയേണ്ട, മാൻ മെയ്ഡ് എന്ന് പറയേണ്ട, പകരം നമുക്ക് ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ മാൻ മെയ്ഡിന്റെ അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. മറ്റൊരു വാക്കാണ് ഫയർമാൻ അല്ലേ. ഫയർമാൻ, ഫയർഫോഴ്സിൽ ഫയർമാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഫയർമാൻ പണ്ട് കാലത്ത് പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകളും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്ക് എല്ലാവരെയും ഫയർമാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള ഒരു ടേം അവിടെ ആവശ്യമാണ്. ആ ടേം നമുക്ക് ഫയർ ഫൈറ്റർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ ഫയർമാനെ റീപ്ലേസ് ചെയ്യാൻ ഫയർ ഫൈറ്റർ എന്നുള്ള ടേം നമുക്ക് ഉപയോഗിക്കാം. അത് ഏത് ജെൻഡറിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ആണത്. ഇനി അടുത്തൊരു വാക്ക്
മെൻ, നമ്മളിങ്ങനെ റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് മെൻ അറ്റ് വർക്ക് അല്ലേ. ഈ മെൻ അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ജെൻഡറിനെ മാത്രമേ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ, മറ്റെല്ലാ ജെൻഡറിനെയും അവരവിടെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ജെൻഡറിനെ അല്ലെങ്കിൽ എല്ലാ ജെൻഡറിനെയും കൂടെ കാണിക്കാൻ അല്ലെങ്കിൽ എൻകംപാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് പീപ്പിൾ അറ്റ് വർക്ക് അല്ലേ. അവിടെ സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, മറ്റു ജെൻഡർ എല്ലാവരും കൂടെ ആയിരിക്കും ഒരുപക്ഷെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് മെൻ അറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെക്കുന്നത് ഒരു ശരികേടുണ്ട്, പ്രത്യേകിച്ചും ഈ ജെൻഡർ ഇക്വാളിറ്റി അല്ലെങ്കിൽ ജെൻഡർ ടോക്ക് ഇത്രയധികം കത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അടുത്തൊരു വാക്ക് മാൻ പവർ അല്ലേ. ഞാനൊരു മാൻ പവർ കൺസൾട്ടൻസി നടത്തുകയാണ് അല്ലേ. അപ്പം ഇത് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടുവരുന്ന ഒരു ടേമാണ്. നമുക്കൊരു പ്രശ്നം അല്ലെങ്കിൽ പലപ്പോഴും അത് കേൾക്കുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ടോ ഒരു പ്രോബ്ലമായിട്ടേ തോന്നില്ല, കാരണം ആൾക്കാർക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ മാൻ പവർ എന്ന് പറയുമ്പോൾ അത് പണ്ട് മാൻ പവർ മാത്രമായിരുന്നു, പക്ഷെ ഇപ്പം വിമൻ പവറും അല്ലെങ്കിൽ മറ്റ് ജെൻഡറൊക്കെ ഉൾപ്പെടുന്നതാണ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേമാണ് വർക്ക് ഫോഴ്സ്. അപ്പൊ കൃത്യമായിട്ടും അടുത്ത തവണ മാൻ പവർ എന്ന് പറയാൻ തോന്നുമ്പോൾ ഈ വാക്കൊന്ന് ഓർമ്മിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി മറ്റൊരു വാക്ക് എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ് എന്ന് പറയുന്നത് പണ്ട് കൂടുതലും സ്ത്രീകൾ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു മേഖലയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുരുഷന്മാരും ആ മേഖലയിൽ ധാരാളമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടേമിനെ ഒരു ജെൻഡർ ഈക്വൽ ആ ടേമിന് പകരം നമ്മൾക്ക് ഒരു ജെൻഡർ ഈക്വൽ ടേം ഉപയോഗിക്കാം. അത് ഒന്നുകിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പം ഈ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ചെയർമാൻ, ചെയർപേഴ്സൺ, മാൻമെയ്ഡ്, ആർട്ടിഫിഷ്യൽ, ഫയർമാൻ, firefighter, men at work, people at work, manpower, workforce, air hostess, flight attendant or cabin crew. Okay? അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ഇത് ഹൗ ടു സേ എന്ന സെഗ്മെന്റ് ആണ്. നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലപ്പോഴും സമയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ. നമ്മളോട് ആരെങ്കിലും സമയം ചോദിക്കുകയാണെങ്കിൽ ഈ സമയം എങ്ങനെ ചോദിക്കണം, പലപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് സമയം എത്രയായി എന്നുള്ള ചോദ്യം എങ്ങനെ ചോദിക്കാമെന്നുള്ളൊരു ഡൗട്ട്. ഇനിയിപ്പോൾ സമയം എത്രയായി എന്ന് ചോദിച്ചാൽ പോലും അതിനെങ്ങനെ ഉത്തരം പറയാമെന്നുള്ളത്. ഈ മിക്കവാറും ആളുകൾ സമയം എത്രയായി എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നോക്കിയിട്ട് പറയും 2:10, 2:15 അല്ലെങ്കിൽ 2:45. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന സമയം പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ അതല്ല കറക്റ്റായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് അങ്ങനെയല്ല ഇംഗ്ലീഷിൽ സമയം പറയേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് സമയം എത്രയായി എന്ന് ഒരാളോട് നമുക്ക് ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കാമെന്നും കൂടി നോക്കാം. വാട്ട് ടൈം ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ സമയത്ത് എത്രയായി എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, വാട്ട് ഇസ് ദ ടൈം. സിമ്പിളായിട്ട് ചോദിക്കാം, വാട്ട്സ് ദ ടൈം അല്ലെങ്കിൽ വാട്ട് ടൈം ഇസ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം എത്രയായി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ സമയം എത്രയായി എന്നെങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പം നോക്കൂ, നമ്മളിവിടെ ഒരു ക്ലോക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ക്ലോക്കിൽ കാണിക്കുന്ന സമയം 4 മണിയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് സമയം വാട്ട് ഇസ് ദ ടൈം എന്നൊരാൾ നമ്മളോട് ചോദിച്ചു. അപ്പം നമുക്ക് എങ്ങനെ സമയം പറയാം? ഇറ്റ്സ് 4 o'clock. അതെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. ഇറ്റ്സ് 4 o'clock അല്ലേ, സമയം 4 മണിയായി. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്നതും നമുക്ക് പലപ്പോഴും അറിയാത്തതും. അപ്പോൾ 4:05 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് 5 past 4 എന്ന് പറഞ്ഞാൽ 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി എന്നാണ് അർത്ഥം. ഇനി 4:10 ഇറ്റ്സ് 10 past 4 എന്ന് പറയാം. ഇനി ഇവിടെ 4:15 എന്ന് പറയുമ്പോൾ 4:15 എന്നല്ല, ഇറ്റ് ഇസ് 1/4 past 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:15 എന്നാണ് അർത്ഥം. ഈ 4:15 എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 past എന്ന് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന് ഇറ്റ്സ് 20 past 4, 4 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി. ഇറ്റ്സ് 25 past 4. ഇനി 4:30 ആയി എന്നെങ്ങനെ പറയാം? ഇറ്റ്സ് 1/2 past 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇറ്റ്സ് 25 to 5 എന്നാണ് പറയുന്നത്. 5 മണിയാവാൻ 25 മിനിറ്റ് കൂടെ ഉണ്ട് എന്ന്. ഇനി 20 to 5 എന്ന് പറയാം അല്ലേ. 4:40 ആകുമ്പോൾ നമുക്ക് പറയാം 20 to 5 എന്ന് പറയാം. ഇനി 4:45 എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ്സ് 1/4 to 5 എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒന്നും കൂടെ പറയാം, ഇറ്റ് ഇസ് 1/4 to 5. ഇനി 4:15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 1/4 past 4 എന്നാണ്.
അപ്പോൾ അതിൻ്റെ മാറിപ്പോകരുത്, കൃത്യമായിട്ട് മാറിപ്പോകാതെ ശരിയായി തന്നെ ഉപയോഗിക്കണം. ഇറ്റ്സ് 4:15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:15 എന്നും ഇറ്റ്സ് 4:45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:45 എന്നുമാണ് അതിൻ്റെ അർത്ഥം. ഇനി വീണ്ടും ഇറ്റ്സ് 10 to 5, 10 മിനിറ്റും കൂടെ ഉണ്ട് 5 മണിയാവാൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഇറ്റ്സ് 5 to 5, 5 മിനിറ്റും കൂടെ ഉണ്ട് 5 മണിയാവാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും സമയം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായ രീതിയിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുമല്ലോ. മാത്രമല്ല ഇനി നമ്മൾ ഈ 4, 4:15, 4:20 ഇതൊന്നും പറയുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ ഇങ്ങനെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ രീതിയിലാണ് സമയം ചോദിക്കുമ്പോൾ ആളുകൾ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത തവണ ഇങ്ങനെ സമയം പറയാൻ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. ഡിഫറെൻറ്റ് വേസ് ടു സേ എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. അപ്പം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്ഥിരമായിട്ട് ഒരേപോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല, കാലങ്ങളായിട്ട് അതേപോലെ. വേറൊരു അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നും നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഒരു സാധനമാണ് ഹാപ്പി ബർത്ത്ഡേ, അല്ലേ? ആരുടെയെങ്കിലും ബർത്ത്ഡേ വന്നാൽ നമ്മൾ ഒന്നെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും, അല്ലെങ്കിൽ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ഒരാളെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതാണ് നമ്മൾ ഈ സെഗ്മെന്റിൽ നോക്കാൻ പോകുന്നത്. അടുത്ത തവണ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരുമ്പം അവരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ഞെട്ടിച്ച് നോക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരാളെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. മറ്റൊന്ന് കുറച്ചും കൂടെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറയാറുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഐ വിഷ് യു എ വണ്ടർഫുൾ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു പുതുമയുണ്ട്, അല്ലേ? എല്ലാവരും ഉപയോഗിക്കുന്നത് പോലെയല്ല. ഇനി മറ്റൊന്ന് ഹാവ് എ ഫാബുലസ് ബർത്ത്ഡേ. ഹാവ് എ ഫാബുലസ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അതിനും ഒരു ചെറിയ പുതുമയുണ്ട്. ഇനി മറ്റൊന്ന് വിഷിംഗ് യു മെനി മോർ കാൻഡിൽസ് ടു ബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് തന്നെയാണ്. അത് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ നമുക്കിത് പറയാം. അടുത്ത തവണ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രയോഗങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കും. അപ്പം നമുക്ക് നമ്മുടെ ലാംഗ്വേജിനെ ഒന്ന് ഫ്ലോണ്ട് ചെയ്യാം, അല്ലേ? നമുക്ക് ലാംഗ്വേജ് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. അപ്പം അടുത്ത തവണ യൂസ് ദിസ്. ഓൾ ദ ബെസ്റ്റ്. അപ്പം നമ്മൾ നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്, ആക്ടിവിറ്റി സെഗ്മെന്റ്, അല്ലേ? കഴിഞ്ഞ തവണ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം എന്താണ്? ചോദ്യം ഇതായിരുന്നു, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നായിരുന്നു ചോദ്യം. എന്താണ് അതിൻ്റെ ഉത്തരം? കിട്ടിയോ എല്ലാവർക്കും? അതിൻ്റെ ഉത്തരം ഇതാണ്, ഫിഷ് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ് എന്നാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. അപ്പം എന്ന് വെച്ചാൽ എന്താ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പം നമുക്ക് അതെങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ബിവെയർ ഓഫ് ദോസ് ഹു ഫിഷ് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ്. ഒന്നും കൂടെ നോക്കൂ, ഈ സെന്റൻസ് നോക്കൂ. ബിവെയർ ഓഫ് ദോസ് ഹു ഫിഷ് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരെ സൂക്ഷിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ സെഗ്മെന്റിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ദ ആൻഡ് ദി എഴുതുന്നത് ഒരേപോലെയാണ്, THE എന്ന് തന്നെയാണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയണം. 2 സെന്റൻസസ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഹി ലൈക്ഡ് ദ ബുക്ക് വെരി മച്ച്. ദ കിഡ്സ് എൻജോയ്ഡ് ദ പ്ലേ. ഇതിന് 2 രീതിയിലാണ് ആ ദി അല്ലെങ്കിൽ ദ ഉപയോഗിക്കേണ്ടത്. ഒരിടത്ത് ദിയും ഒരിടത്ത് ദ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. അത് എവിടെയാണ്, എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? എവിടെയാണ് ദ എന്ന് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ദി എന്ന് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ സ്പീക്ക് നൗവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ആക്ടിവിറ്റിയുടെ ഉത്തരവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.